കെ ബാലൻ എങ്ങനെയാണ് ഈ സമയത്ത് അദ്ദേഹത്തെ ഓർക്കുന്നത്? അദ്ദേഹത്തിനുള്ള ഓർമ്മകൾ ഈ സമയം നമുക്കൊപ്പം പങ്കുവയ്ക്കാമോ? എത്ര വേദനയോടുകൂടിയാണ് അത് പങ്കുവെക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഈ സമയം അദ്ദേഹത്തെ ഓർക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ. ഒരു പ്രതിബദ്ധതയുള്ള ഒരു കേഡർ, ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ്, അതാണ് സഖാവ് റസൽ. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 3 ദിവസം അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നു. സാധാരണ നിലയിൽ സമ്മേളനങ്ങളിലൊക്കെ പോകുമ്പോൾ നേതാക്കന്മാരെ ശുശ്രൂഷിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനൊക്കെ ആരെങ്കിലും ചുമതലപ്പെടുത്താറാണ്. ഇവിടെ ഞാൻ കണ്ടത് എല്ലാ ദിവസവും റസൽ അന്വേഷിക്കുന്നു, സൗകര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുന്നു. ഇതൊരു പ്രത്യേക സ്വഭാവമായിട്ടാണ് ഞാൻ കണ്ടത്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വഴിയാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ തൊഴിലാളികളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ആകർഷിക്കുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. ചെറിയ വാക്കുകളിലാണ് അദ്ദേഹം കാര്യങ്ങൾ ഒതുക്കുക. ഒരു പ്രത്യേകതയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ക്ഷോഭിക്കാതെ വളരെ വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേൾക്കുക, കേൾക്കുന്നതിന് നല്ല സമയം കൊടുക്കുക, ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പ്രതികരിക്കുക. ഇതൊക്കെ സങ്കീർണമായിട്ടുള്ള തൊഴിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും സംഘടനാ പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ അദ്ദേഹം അതൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി ഒരു പ്രത്യേകതയിലായിരുന്നു. ഒരു നല്ല സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത്. 62ാമത്തെ വയസ്സിൽ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് തേരാളി, കോട്ടയം ജില്ലയിലെ സമുന്നതനായ CPM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് റസലിന്റെ വേർപാട് ഒരു തീരാനഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തോട് എല്ലാ ദുഃഖവും അനുശോചനവും രേഖപ്പെടുന്നു. സംസാരിക്കുന്നവരത്രയും പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എളമരം കരീം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എളമരം കരീം, ഈ സമയത്ത് അദ്ദേഹത്തെ എങ്ങനെ ഓർമ്മിക്കുന്നു? റസൽ കോട്ടയം ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് പുറമെ എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു തൊഴിലാളി സംഘടനാ പ്രവർത്തനം കൂടിയായിരുന്നു. CITU-വിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ മെമ്പറായി പ്രവർത്തിച്ചിരുന്നു. ആ സമയത്താണ് എനിക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചത്. പിന്നീട് വാസവൻ MLA ആയപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ സമ്മേളനത്തിൽ വീണ്ടും അദ്ദേഹം സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. വളരെ ആത്മാർപ്പണത്തോടുകൂടി സംഘടനാ പ്രവർത്തനത്തിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു നേതാവായിരുന്നു സഖാവ് റസൽ. വളരെ സാധാരണക്കാരനെ പോലെ പെരുമാറുകയും സഖാക്കളോടൊക്കെ വളരെ അടുത്ത സൗഹൃദ ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു റസൽ. റസലിന്റെ മരണവാർത്ത യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കോട്ടയം CITU ജില്ലാ സെക്രട്ടറിയാണ് എന്നോട് വിവരങ്ങൾ പറഞ്ഞത്. ചികിത്സയിലായിരുന്നു അപ്പോളോ ഹോസ്പിറ്റലിൽ. പെട്ടെന്നാണ് മരണം ഉണ്ടായത്. അത് യാഥാർത്ഥ്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത്രയും അടുത്ത സൗഹൃദ ബന്ധം, സഖാവ് എന്ന നിലയിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ആ സഖാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അർപ്പിക്കുക. പറയുന്നവരത്രയും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ വിടവാങ്ങൽ ഈ സമയത്ത് പ്രതീക്ഷിച്ചതല്ല എന്ന് തന്നെയാണ് പറയുന്നത്. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അല്പസമയം മുമ്പാണ് വിടവാങ്ങുന്നത്. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ്. കാർഡിയാക് അറസ്റ്റാണ് മരണത്തിന് കാരണമായിരിക്കുന്നത്.